അവരൊരു ചെറിയ ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അവരെയാണ് നമ്മൾ ഡൈപോൾ എന്ന് വിളിച്ചത്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡൈപോൾ എന്ന് വിളിച്ചുകൊണ്ട്. അതായത് നമ്മളിവിടെ പറഞ്ഞായിരുന്നു ഈക്വൽ രണ്ട് ചാർജുകൾ അവർ രണ്ടും ഈക്വൽ ആയിരിക്കണം അല്ലേ, എന്നാൽ ഓപ്പോസിറ്റും ആയിരിക്കണം. അവർ ചെറിയൊരു ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്താൽ അവരെയാണ് നമ്മൾ ഡൈപോൾ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഓർത്തോണേ, എന്താണ് ഒരു +1 ചാർജ് ഒരു -1 ചാർജ് രണ്ടും മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വലാണ്, എന്നാൽ സൈൻ വൈസ് ഓപ്പോസിറ്റുമാണ്. ഈക്വലും ഓപ്പോസിറ്റും ആയുള്ള ചാർജുകൾ ഒരു ഡെഫിനറ്റ് ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്താൽ ഇവരെയാണ് നമ്മൾ ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ഓർക്കുക. പിന്നെ അതിന് മുന്നേ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ. അതിന് മുന്നേ നമ്മൾ കുളംസ് ലോ പറഞ്ഞായിരുന്നു. കുളംസ് ലോ വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷനൊക്കെ എഴുതിയായിരുന്നു. F = 1/4πε0 Q1 Q2 r² എന്നൊക്കെ പറഞ്ഞൊരു ഇക്വേഷൻ എഴുതിയായിരുന്നു. ഓക്കെ, ഇത് കഴിഞ്ഞ് ഒരു സാധനം ഉണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പോകാം. ചെറിയൊരു ടോപ്പിക് കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന ടോപ്പിക്ക് അറിയണമെങ്കിൽ ഒരു ടോപ്പിക് കൂടെ അറിയണം. അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നു, അത് ഞാൻ വിട്ടുപോയി. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞായിരുന്നു ഒരു +Q ചാർജ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന് ചുറ്റിനും ഇവൻ്റെ എഫക്റ്റ് കിട്ടുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഒരു പോസിറ്റീവ് +Q ചാർജിനെ ഞാൻ ഇവിടെ കൊണ്ടുവെക്കുക എന്ന് വിചാരിക്കുക. വേറൊരു +Q ചാർജിനെ അതിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു +Q ചാർജ് വെച്ചു. ഇവൻ്റെ ഈ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഇല്ല. അതായത് ഇവൻ്റെ ഒരു എഫക്റ്റും ഇവിടെ ഫീൽ ചെയ്യത്തില്ല. അതേസമയം ഞാൻ ഇവനെ അടുപ്പിച്ച് ഇവിടുന്ന് ഞാൻ നേരെ പൊക്കിയെടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് അടുക്കും തോറും ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. ഇവിടെ എത്തിയപ്പോഴും പെട്ടെന്ന് ഇവൻ റിപ്പൽ ചെയ്തു. ഇവിടെ എത്തിയപ്പോഴേക്കും ഈ +Q ചാർജ് കറങ്ങി പെട്ടെന്ന് റിപ്പൽ ചെയ്ത് ദൂരത്തോട്ട് പോയെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ എത്തിയപ്പോഴേക്കും ഇവൻ്റെ എഫക്റ്റ് ഇവനിൽ ആക്ട് ചെയ്തു. അങ്ങനെ ഒരു ചാർജിൻ്റെ എഫക്റ്റ് എവിടെയാണോ ആക്ട് ചെയ്യാൻ തുടങ്ങുന്നത് അവിടെയാണ് ഇവൻ്റെ ഇലക്ട്രിക് ഫീൽഡ് തുടങ്ങുന്നത്. അതായത് ഇപ്പോൾ ഞാനിതിന് ഒരു കാന്തമാണ് എടുക്കുന്നത് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞാണ് ഒരു കാന്തമാണ് എടുക്കുന്നത്. ഒരു കാന്തത്തിൻ്റെ അടുത്തേക്ക് ഞാൻ വേറൊരു കാന്തത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് വിചാരിക്കുക. അപ്പോഴേക്കും ഇവൻ അട്രാക്റ്റ് ചെയ്യോ റിപ്പൽ ചെയ്യോ ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുന്നാണ് അത് അട്രാക്റ്റ് ചെയ്യോ റിപ്പൽ ചെയ്യോ തുടങ്ങുന്നതെങ്കിൽ എനിക്ക് പറയാം ഇവിടെ ഇരിക്കുന്ന ഈ ചാർജിൻ്റെ ഈ കാന്തത്തിൻ്റെ ഫീൽഡ് തുടങ്ങുന്നത് ഇവിടെയാണ്. അപ്പോൾ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ എഫക്റ്റ് കിട്ടുന്ന സ്ഥലങ്ങളെയാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. അപ്പോൾ +Q എന്നൊരു ചാർജ് ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. ശ്രദ്ധിച്ചോണം, ഇവനിൽ നിന്ന് ഞാൻ r ഡിസ്റ്റൻസ് അകലെ ഒരു പോയിൻ്റ് എടുത്തെന്ന് കരുതുക. ഇവിടുന്ന് r ഡിസ്റ്റൻസ് അകലെ ഞാനൊരു പോയിൻ്റ് എടുത്തു. ഈ പോയിന്റിനെ ഞാൻ P എന്ന് വിളിക്കുന്നത് കരുതിയാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? ഒന്നുമില്ല, ഒരു ചാർജ് എടുത്തു, ഒരു +Q എന്നൊരു ചാർജ് എടുത്തു. ആ ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ P എന്നൊരു പോയിൻ്റ് എടുത്തു. ആ പോയിൻ്റ് Pയിൽ ഇവൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. E = ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഇലക്ട്രിക് ഫീൽഡ് E = 1/4πε0. നമ്മൾ നേരത്തെ കുളംസ് ലോയിൽ പഠിച്ച അതേ കോൺസ്റ്റൻറ്റ് തന്നെ 1/4πε0. അവന് മാറ്റമില്ല. പിന്നെ കുളംസ് ലോയിൽ പഠിച്ചപ്പോഴേക്കും നമ്മൾ രണ്ട് ചാർജിൻ്റെ കാര്യം പറഞ്ഞില്ല. Q1 Q2 r² എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾക്ക് ആരുടെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്? ഇവൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവനെ മാത്രം എടുത്താൽ മതി, വേറെ ചാർജുകൾ ആരെയും നമ്മൾ കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ അവന് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ഇവന് മാത്രമേ. അപ്പോൾ ഇവനിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഇരിക്കുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുള്ള ഇക്വേഷൻ നമുക്ക് പറയാം. E = 1/4πε0 Q/r² എന്ന് വരും അല്ലേ. നമ്മൾ നേരത്തെ എടുത്തത് എന്താ? രണ്ട് ചാർജ് വന്നപ്പോഴേക്കും ഫോഴ്സ് എടുത്തത് എങ്ങനെയായിരുന്നു? രണ്ട് ചാർജ് Q1 Q2 രണ്ട് ചാർജുകൾ r ഡിസ്റ്റൻസ് അകലെ ഇരുന്നാൽ അവരുടെ ഇടയിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. അതിൻ്റെ ഇക്വേഷൻ എന്തുമായിരുന്നു? 1/4πε0 Q1 Q2 r² ആയിരുന്നു ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ എടുക്കുന്ന ആരെയാണ്? ഇലക്ട്രിക് ഫീൽഡിനെ കണ്ടുപിടിക്കുകയാണ്. ആ ഇലക്ട്രിക് ഫീൽഡ് ആര് കാരണമുള്ളതാണ്? Q എന്നൊരു ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. ആ Qവിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? E = 1/4πε0 Q/r² എന്ന് വരും ആ ഇക്വേഷൻ. ഓക്കെ, നമ്മൾ ഇത് വെച്ചിട്ട് ഓരോരുത്തരുടെ ഇലക്ട്രിക് ഫീൽഡ് ഈ പോസിറ്റീവ് ചാർജാണ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ട് പോകുന്നത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? പോസിറ്റീവ് ചാർജാണ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ട് പോകും എന്ന് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എങ്ങോട്ട് പോകും, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞാൽ പോസിറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്ക് പോകും അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ചാർജിൽ നിന്ന് പുറത്തേക്ക് പോവുകയും നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ -Q ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അകത്തേക്ക് വരികയും ചെയ്യും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. അത് റിവൈസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് നമ്മൾ മനസ്സിൽ നിൽക്കത്തില്ലേ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ ഓർക്കുക. E = എന്താണ്? 1/4πε0 Q/r². ഒരു ചാർജ് കാരണം r ഡിസ്റ്റൻസ് അകലെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷനാണ് 1/4πε0 Q/r² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഓർക്കുമല്ലോ. ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞേ? E = എന്താണ്? 1/4πε0 Q/r². 1/4πε0 Q/r².
ആർ സ്ക്വയർ. അതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ സംഭവത്തിലേക്ക് വരാം. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ, ഒരു ഡൈപോള് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ ആര് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ്? ഒരൊറ്റ ചാർജ് കാരണം ഉണ്ടാകുന്ന, അല്ലേ, ഈ ഒരു ചാർജ് കാരണം ആർ ഡിസ്റ്റൻസ് അകലെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്ന E = 1/4πε0 Q/r² എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഡൈപോളിനെ കുറിച്ചാണ്. അപ്പോൾ ഡൈപോളിനെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്രത്യേകം ടോപ്പിക്കിൽ പഠിക്കണം? എന്തുകൊണ്ട്? ഇവിടെ നമ്മൾ ഒരു ചാർജിൻ്റെ കാര്യമല്ലേ പറയുന്നുള്ളൂ. ഡൈപോൾ എന്ന് പറയുമ്പോൾ അവിടെ എത്ര ചാർജ് വരും? 2 ചാർജ് വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഒതുക്കാത്തത്. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയുള്ളതാണ്? ഒറ്റ ചാർജിന് വേണ്ടിയുള്ളതാണ്. അല്ലെ, ഒരൊറ്റ ചാർജിന് വേണ്ടിയുള്ള ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഇക്വേഷനാണ് 1/4πε0 Q/r² എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം നമ്മൾ ഡൈപോൾ എന്ന് പറയുമ്പോൾ അവിടെ എത്ര ചാർജുകളുണ്ട്? 2 ചാർജ് ഉണ്ടല്ലേ. ഒരു +Q ചാർജ് ഉണ്ട്, ഒരു -Q ചാർജ് ഉണ്ട്, അല്ലേ. ആ ചാർജുകളുടെ ഇടയിൽ ഒരു 2L എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ട്. 2L എന്നെടുക്കാം, 2A എന്നെടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. 2L എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ ഇവിടെ മിഡ് പോയിൻറ്റ് ഞാൻ O എന്നൊരു മിഡ് പോയിൻ്റ് എടുക്കുന്നത് കരുതുക. ടോട്ടൽ ഡിസ്റ്റൻസ് 2L ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് 2 ചാർജുകൾ തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് 2L ആണ്. എങ്കിൽ മിഡ് പോയിൻറ്റിൽ നിന്ന് +Qയിലേക്കുള്ള ദൂരം എത്രയായിരിക്കും? L ആയിരിക്കും, അല്ലേ. അതേപോലെ മിഡ് പോയിൻറ്റിൽ നിന്ന് -Qയിലേക്കുള്ള ദൂരം എത്രയായിരിക്കും? അതും L ആയിരിക്കും. ഇത് രണ്ടും കൂടെ ചേർന്നല്ലേ ഇത് 2L ആയി മാറിയത്, അല്ലേ. അപ്പോൾ 2 ചാർജ്, ആ 2 ചാർജും മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആണ്. ഓക്കെ, സൈൻ വൈസ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് അവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡൈപോൾ എന്ന് വിളിക്കുന്നത്. 2 പോൾ, 2 ധ്രുവങ്ങൾ എന്ന് വിളിക്കുന്നത് പോലെ ഡൈപോൾ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഇവർ തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് 2L ആണ്, അല്ലേ. എങ്കിൽ ഓരോരുത്തർക്കും മിഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് L ആണ്. അതാണ് നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി ഇവന്മാർ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവന്മാർ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഞാൻ ഇവിടെ 2 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യും ഈ സാധനത്തിനെ. ഒന്ന്, ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള സാധനം, ഇലക്ട്രിക് ഫീൽഡ്, ഈ ഡൈപോൾ കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇവിടുത്തെയും നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഇവന്മാരുടെ നേരെയുള്ള ലൈനിലെയും കണ്ടുപിടിക്കണം. അതേസമയം ഇവന്മാരുടെ മിഡ് പോയിന്റിൽ നിന്ന് ഇവിടെയുള്ളതും കണ്ടുപിടിക്കണം. അത് 2 ആയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെയുള്ള ആളെ വിളിക്കുന്ന പേരറിയാവോ? എന്തുവാടാ അല്ലേ? നിങ്ങൾക്കറിയാം? അറിയത്തില്ലേ? ജുവലേ പറ. ഇവിടുത്തെ പോയിന്റ് വിളിക്കുന്ന പേരെന്താ? അറിയാവോ? എൻ്റെ പേരെന്തുവാ? ജോസ്ന. എൻ്റെ പേര് എബിയൽ അല്ലേ? എൻ്റെ പേരെന്തായിരുന്നു? നൈജിൽ. അറിയാവോ? എബിക്കറിയാവോ? ഈ പോയിന്റ് വിളിക്കുന്ന പേരറിയാവോ? 2 ഡൈപോളിൻ്റെ നേരെയുള്ള ഈ ഒരു പോയിന്റ് വിളിക്കുന്ന പേര്. ഇതിന് ഈ പോയിന്റ് വിളിക്കുന്ന ഒരു ആക്സിസ് എന്ന് വിളിക്കും. ആക്സിസ് ഓഫ് എ ഡൈപോൾ എന്ന് വിളിക്കും. എങ്കിൽ ഇവിടെ ഈ പോയിന്റ് പേര് അറിയാവോ? ഈ പോയിന്റ് ഇക്വിറ്റോറിയൽ എന്ന് വിളിക്കും. ഇത് രണ്ടും നമുക്ക് 2 ആയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് 2-ൽ ഏതെങ്കിലും ഒരെണ്ണം ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ആക്സിയൽ ലൈനിലെ കണ്ടുപിടിക്കാം. ആക്സിയൽ ലൈനിൽ എന്ന് പറയുമ്പോഴേക്കും ശ്രദ്ധിച്ചോണം. അപ്പോൾ ഞാൻ ഈ ഒരു, അതായത് ഈ 2 ചാർജിൻ്റെയും നേരെ കണ്ടല്ലോ, ഈ 2 ചാർജിൻ്റെയും നേരെ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്. ശ്രദ്ധിച്ചോണേ, ഈ 2 ചാർജിൻ്റെയും നേരെ ഒരു പോയിന്റ് എടുക്കുകയാണ്. ആ പോയിന്റിനെ ഞാൻ P എന്ന് പേരും വിളിക്കുകയാണ്. ഓക്കെ, എന്താ പറഞ്ഞേ? 2 ചാർജുകൾ, ആ 2 ചാർജിൽ നിന്ന് P എന്ന് നേരെ ഒരു പോയിന്റ് P എടുത്തു. ഓക്കെ, ഈ P എന്ന പോയിന്റ് ഇവന്മാരുടെ മിഡ് പോയിന്റിൽ നിന്ന്, ശ്രദ്ധിച്ചോണം, ഇവന്മാർ 2 പേരുടെയും മിഡ് പോയിന്റിൽ നിന്ന് ഈ P എന്ന പോയിന്റിനെ ഞാനൊരു ഡിസ്റ്റൻസ് എടുക്കുകയാണ്. ആ ഡിസ്റ്റൻസിന് ഞാൻ R എന്ന് എടുക്കുകയാണ്. എന്താ പറഞ്ഞേ? 2 ഡൈപോള്, ആ 2 ഡൈപോളിന് ഒരു മിഡ് പോയിന്റ് ഉണ്ട്. ആ മിഡ് പോയിൻ്റാണ് O. ഓക്കെ, ആ മിഡ് പോയിന്റിൽ നിന്ന് ഒരു പോയിന്റ് ഞാൻ എടുത്തു. ആ പോയിൻ്റാണ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റ് P ഈ പറയുന്ന 2 ചാർജിൻ്റെയും മിഡിലിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയാണ്. പറയാൻ കുഴപ്പമില്ലല്ലോ, മനസ്സിലായാലോ? 2 ചാർജുകൾ, ആ 2 ചാർജുകളുടെ ഇടയിൽ ഒരു മിഡ് പോയിന്റ്, ആ മിഡ് പോയിന്റിൽ നിന്ന് അവന്മാരുടെ നേരെ ഒരു പോയിന്റ് ഞാൻ എടുത്തു P. ആ P ഈ മിഡ് പോയിന്റിൽ നിന്ന് R ഡിസ്റ്റൻസ് ദൂരെയാണ്. ഓക്കെ, എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ പറഞ്ഞത്? എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നത്. ആര് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്? ഈ ഡൈപോൾ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എവിടെയുള്ളത്? ഈ പോയിന്റ് Pയിലുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത്, ആ ഡയറക്റ്റ്ലി നമുക്ക് ഈ രണ്ടിൻ്റെയും കൂടെ ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. 2 സ്റ്റെപ്പേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്. എന്തായാലും 3 സ്റ്റെപ്പ് ഉണ്ട്, പക്ഷേ സംഭവം സിമ്പിളാണ്. ഓർത്ത് നോക്കിക്കോണം. ആദ്യം ഞാൻ ഇവൻ കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കും. ആര് കാരണം? +Q ചാർജ് കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കും. ഓക്കെ, നമുക്ക് ഒരു ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാം, അല്ലേ? ആ ഇക്വേഷൻ എന്താ? 1/4πε0 Q/r² ആണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ സിമ്പിളായിട്ട് കണ്ടുപിടിച്ചൂടെ?
അല്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഈ ജനറൽ ഇക്വേഷൻ എന്താണ്? ഒരു ചാർജ് കാരണം ആ ഡിസ്റ്റൻസിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് E = 1/4πε0 എന്തായിരുന്നു? Q/r², അല്ലേ? ഈ ആർ എന്ന് പറയുമ്പോഴേക്കും ചാർജിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരമാണ്. കണ്ടോ, ഇവിടെ ചാർജിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരമാണ്. അപ്പം നമുക്കിവിടെ ചാർജ് ഉണ്ട്, അല്ലേ? ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത് ആര് കാരണം? ഇവൻ കാരണം. അപ്പോൾ ഇവനിൽ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം വേണ്ടേ? അതെത്രയാ? ആ ദൂരം നമുക്കൊന്ന് വരയ്ക്കാം, അല്ലേ? ഇവിടുന്ന് എവിടം വരെയുള്ള ദൂരം വേണം? ഇവിടെ വരെയുള്ള ദൂരം വേണം, അല്ലേ? അതെത്ര വരും പറയാമോ? അത് 6 വരുമോ, L വരുമോ, 2L വരുമോ, എന്ത് വരും എന്ന് പറയാമോ? പറ, എത്ര വരും? എത്ര വരും? പറ. R+L വരും. കാരണം എന്താ? ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരമാണ് എന്ത്? R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? നമുക്ക് ഈ ദൂരം മതിയോ? പോരാ. നമുക്ക് എന്താ വേണ്ടത്? നമ്മൾക്ക് ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം വേണ്ടേ, അല്ലേ? അപ്പോൾ നമുക്ക് ഈ ദൂരവും വേണം, ഈ ദൂരവും വേണം. അപ്പോൾ ഇവിടം വരെയുള്ള ദൂരമാണ് എന്ത്? R, അല്ലേ? ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം എന്താ? L അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ടോട്ടൽ ഡിസ്റ്റൻസിന് നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴേക്കും R+L ആണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ആദ്യം ഓർക്കുക. നമുക്ക് മെയിൻലി കണ്ടുപിടിക്കേണ്ടത് ഈ 2 ചാർജും കൂടെ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമുക്കത് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നേരെമാരെ ഡിവൈഡ് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം ഇവൻ കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കും, അതിനുശേഷം ഇവൻ കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും കണ്ടുപിടിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചാർജ് ഉണ്ട്. ഇക്വേഷൻ ഇതാണ് 1/4πε0 Q/r² ആണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ചാർജ് ഉണ്ട്, ഈ ചാർജ് ഉണ്ട്. 1/4πε0 കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ R എന്നത് എന്താടാ? ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, അല്ലേ? ആ ഡിസ്റ്റൻസ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ആ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്തു? ആ ഡിസ്റ്റൻസ് നമ്മൾ എഴുതി. എങ്ങനെ എഴുതി? ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം നമ്മൾ എടുത്തു. അപ്പോൾ അതെങ്ങനെ എഴുതുന്നു? R+L എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇനി കണ്ടുപിടിക്കാമല്ലോ. എന്ത് കണ്ടുപിടിക്കാം? E+Q. അതായത് എന്താ സംഭവം? +Q ചാർജ് കാരണം പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന് ഞാൻ E+Q എന്ന് എഴുതുകയാണ്. ഓക്കെ, E+Q എങ്ങനെ എഴുതാം? ഇക്വേഷൻ എന്ത് വരും? ഇക്വേഷൻ പറയാമോ? എന്ത് വരും? അത് അങ്ങനെ തന്നെ വരത്തില്ലേ? എന്ത് വരും? 1/4πε0 അത് തന്നെ വരും, അല്ലേ? Qവും അത് തന്നെ വരും. R² എന്നുള്ളത് അത് തന്നെ വരുമോ? വേറെ എന്ത് വരും? R+L² എന്ന് വരും, അല്ലേ? അപ്പോൾ എന്ത് വരും? R+L². ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട വേറൊരു സംഭവം കൂടിയാണുള്ളത്. ഇവൻ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ദൂരേക്ക് പോകുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മളിതാ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഒന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടേക്കണം. E+Q ഉണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ അങ്ങോട്ടാണ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട്. കാരണം ഇവിടെ 2 ചാർജ് ഇല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ്, ഇവിടെ കാണിച്ചാലും മതി. E+Q. E+Q എങ്ങോട്ട് പോകുന്നു? റൈറ്റിലേക്ക് പോകുന്നതായിട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് R കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ കിട്ടി. +Q ചാർജ് കാരണമുള്ള, അല്ലേ? ഈ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഈ പിയിൽ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ കിട്ടി, അല്ലേ? ഇനി നമുക്ക് R കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അടുത്ത ആരാണുള്ളത്? ഏത് ചാർജാണ് ഉള്ളത്? -Q ചാർജ് ഉണ്ട്. അപ്പോൾ -Q ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് E-Q എന്ന് ഞാൻ എഴുതുന്നു. അതിനുള്ള ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? അതിന് -Q ചാർജ് ഉണ്ട്, പക്ഷേ എന്ത് നമുക്ക് ഡയറക്റ്റ്ലി അറിയത്തില്ല. ഡിസ്റ്റൻസ് അറിയാമോ? ഡിസ്റ്റൻസ് അറിയത്തില്ല. നമുക്കപ്പോൾ ഡിസ്റ്റൻസ് ഏതാടാ വേണ്ടത്? എവിടുന്ന് എവിടം വരെയുള്ള ഡിസ്റ്റൻസ് വേണം? -Qവിൽ നിന്ന് P വരെയുള്ള ഡിസ്റ്റൻസ്, ഇത്രയും ഡിസ്റ്റൻസ് വേണം. ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്കിപ്പോൾ ഉള്ള 2 ഡിസ്റ്റൻസ് ഞാൻ പറയാം. ഒന്ന് -Qവിൽ നിന്ന് സെൻറ്റർ വരെയുള്ള ദൂരം L, അത് നമുക്കറിയാം. പിന്നെ ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം R, ഇത് നമുക്കറിയാം. പക്ഷേ ഇത് 2 അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം മാത്രം മതി, അല്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് നോക്കി, ഇത്രയും R അല്ലേ? നമുക്ക് ഇത്രയും വേണ്ട, നമുക്ക് ഇത്രയും മതി. അതായത് R ൽ നിന്ന് ഇത്രയും നമുക്ക് കുറയ്ക്കണം, അല്ലേ? ഇത്രയും നമുക്ക് വേണ്ട, അങ്ങനെയല്ലേ? അപ്പോൾ R ൽ നിന്ന് എത്ര കുറക്കണം? ഇത്രയും കുറയ്ക്കണം, അല്ലേ? ഇത്രയും എന്ന് പറഞ്ഞാൽ L അല്ലേ? അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എന്ത് വരും? R-L വരും, അല്ലേ? അപ്പോൾ നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്യാം. R-L ആണ് നമുക്ക് വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടുന്ന്
പി വരെയുള്ള ദൂരം എന്ന് പറയുമ്പോഴേക്ക് എന്ത് വരും? ആർ മൈനസ് എൽ വരും അല്ലേ? അപ്പോൾ ഈ മൈനസ് ക്യൂൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഈ മൈനസ് ക്യൂ ഈക്വൽ ടു ബാക്കി 1/4πε0 ഒക്കെ അത് തന്നെ ആണ് അല്ലേ? ക്യൂ ഡിവൈഡഡ് ബൈ മൈനസും പ്ലസും നമ്മൾ ഇടുന്നില്ല. ഇതിനിപ്പം പ്ലസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലസ് ഇട്ടോ ഇവിടെ ഇല്ല. അതിന് വരെ നമ്മൾ എന്ത് പറഞ്ഞു? ഡയറക്ഷൻ പറഞ്ഞു, ഔട്ട് ഓഫ് എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇവിടെയും നമ്മൾ എന്തിടത്തില്ല? മൈനസ് ഇടത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ക്യൂ അതുപോലെ തന്നെ എഴുതി. ഡിസ്റ്റൻസ് എന്ത് വരും? ഇവിടെ ആർ പ്ലസ് എൽ ദ ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ എന്ത് വരും? ആർ മൈനസ് എൽ ദ ഹോൾ സ്ക്വയർ എന്ന്. അപ്പോൾ ആർ മൈനസ് എൽ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? ഇവർ രണ്ട് പേര് കാരണം ഇവിടെ ഉണ്ടാകും, ഈ പോയിന്റിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ ആദ്യം പ്ലസ് ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ കണ്ടുപിടിച്ചു ഉണ്ടല്ലോ. അതേപോലെ തന്നെ മൈനസ് ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷനും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഈ പ്ലസ് ക്യൂ അങ്ങോട്ട് എഴുതിയ പോലെ ഇവൻ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇവിടെ എങ്ങനെ എഴുതും? അങ്ങോട്ട് എഴുതുമോ ഇങ്ങോട്ട് എഴുതുമോ? എങ്ങോട്ട് എഴുതുമായിരിക്കും? മൈനസ് ക്യൂ ചാർജ് അല്ലേ? അപ്പോൾ മൈനസ് ക്യൂ ചാർജിലേക്കായിരിക്കണം ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. അപ്പോൾ അതെങ്ങനെ വരും? ഇങ്ങനെ വരും. അതാണ് ഈ മൈനസ് ക്യൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത്രയും ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി സംഭവങ്ങൾ കുറച്ച് മാത്സ് ആണ്, അത് സിമ്പിളാണ്. ഓക്കെ, ഇത്രയൊന്നും എഴുതിയെടുത്ത് നിങ്ങൾ അത് കണ്ടുപിടിക്കുന്നത് ആദ്യം ഓർക്കുക. കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ടോട്ടലി ഇവർ രണ്ടുപേരും കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അതിന് നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ആദ്യം ഒരാൾ കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു, അതിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തു. രണ്ടാമത് ഒരാൾ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു, അതിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാം ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ എഴുതുവാണ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ക്യൂ പ്ലസ് ഇ മൈനസ് ക്യൂ അല്ലേ? ഇവിടെ വരുമ്പോഴേക്ക് രണ്ട് പേര് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇവൻ കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇവൻ കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഞാൻ എഴുതുന്നത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ക്യൂ പ്ലസ് ഇ മൈനസ് ക്യൂ എന്ന് എഴുതും. പക്ഷേ ഇവന്മാർ രണ്ടുപേരും രണ്ട് ഡയറക്ഷനാണ്. ഒരാൾ ഇങ്ങോട്ടാണെങ്കിലും ഒരാൾ ഒരാൾ ഇങ്ങോട്ടാണ് അല്ലേ? രണ്ടൊരു ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ എഴുതുമ്പോഴേക്കും ആക്ച്വലി ഇ പ്ലസ് ക്യൂ പ്ലസ് ഇ മൈനസ് ക്യൂ എന്ന് എഴുതാതെ നമ്മൾ എഴുതാൻ പോകുന്നത് ഇ പ്ലസ് ക്യൂ മൈനസ് ഇ മൈനസ് ക്യൂ എന്നായിരിക്കും എഴുതുന്നത്. എന്തുകൊണ്ട്? അവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇ പ്ലസ് ക്യൂ പ്ലസ് ഇ മൈനസ് ക്യൂ എന്ന് എഴുതാതെ നമ്മൾ എങ്ങനെ എഴുതി? ഇ പ്ലസ് ക്യൂ മൈനസ് ഇ മൈനസ് ക്യൂ എന്ന് എഴുതി. അങ്ങനെ എഴുതുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ എന്തെടുത്താൽ മതി? നമ്മൾ എഴുതിയിരിക്കുന്നത് രണ്ടുപേരും കൂടെ എടുത്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ഈ പ്ലസ് ക്യൂ എടുത്ത് തന്നെ. ഈ പ്ലസ് ക്യൂ എന്താണ്? നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, എന്താ? 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എൽ ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, മൈനസ് എന്ത് വരും? മൈനസ് 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ മൈനസ് എൽ ദ ഹോൾ സ്ക്വയറും വന്നു അല്ലേ? അതായത് ആദ്യം ഇവനെ എഴുതി 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എൽ ദ ഹോൾ സ്ക്വയർ മൈനസ് എന്ത് വന്നു? ഇവൻ്റേത് 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ മൈനസ് എൽ ദ ഹോൾ സ്ക്വയർ വന്നു. ഇതിനകത്ത് ആരൊക്കെയാണ്? ഇപ്പോൾ ഇവർ രണ്ടുപേരും നോക്കുമ്പോഴേക്കും ഇത് മൈനസാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് കോമൺ ആയിട്ടുള്ള ആൾക്കാരെ പുറത്തേക്ക് എടുക്കണം. ആരൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ആൾക്കാർ? അല്ലെങ്കിൽ ആരൊക്കെയാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാർ? ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആരൊക്കെയാണ്? ഇവനിലും വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ ആർ പ്ലസ് എൽ ദ ഹോൾ സ്ക്വയറും ഇതിൽ ആർ മൈനസ് എൽ ദ ഹോൾ സ്ക്വയറും ആണ്. ബാക്കി എല്ലാവരും 1/4πε0 ക്യൂ 1/4πε0 ക്യൂ അത് കോമണാണ് അല്ലേ? അപ്പോൾ ഞാൻ അതിനെ അങ്ങ് മാറ്റി എഴുതുന്നു. എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ 4πε0 എന്ന് എഴുതും. ക്യൂ വേറെ മാറ്റി എഴുതാതെ ഇവർ ഇത്രയും ആൾക്കാരെ ഒരുമിച്ചുള്ള ആൾക്കാരെ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്തു? ഒരുമിച്ചെടുത്ത് ക്യൂ ബൈ 4πε0 എന്ന് എഴുതി. ഇനി ബാക്കിയുള്ളവരെ നമുക്ക് എഴുതാം. ഇവിടെ ഇതിൽ 1/4 ക്യൂ ബൈ 4πε0 ഉപയോഗിക്കുന്ന ബാക്കി ആരാ ഉള്ളത്? 1/r പ്ലസ് എൽ ദ ഹോൾ സ്ക്വയർ ആണുള്ളത്. അപ്പോൾ അതിനെ നമ്മളെടുത്ത് എഴുതുന്നു 1/r പ്ലസ് എൽ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, രണ്ടാമത്തേൽ ആരാ ബാക്കിയുള്ളത്? 1/r മൈനസ് എൽ ദ ഹോൾ സ്ക്വയർ ആണ് ഇവിടെ ബാക്കിയുള്ളത് അല്ലേ? ഇവിടുന്ന് ഇത്രയാളെ എടുത്തു, ബാക്കിയുള്ളത് 1/r പ്ലസ് എൽ ദ ഹോൾ സ്ക്വയർ ഇതെഴുതി അല്ലേ? ഇവിടുന്നും ഇത്ര ആൾക്കാർ നമ്മളെടുത്തു, ബാക്കിയുള്ള 1/r മൈനസ് എൽ ദ ഹോൾ സ്ക്വയറും എടുത്തെഴുതി. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ മാത്തമാറ്റിക്സ് ആണ്. ഇതിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും, ഈ സ്ക്വയർ ഓപ്പൺ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഫിസിക്സ്. ഓക്കെ, ഇനി ബാക്കിയുള്ളത് മാത്സ് ആണ്, ശ്രദ്ധിച്ചോണം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താ? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലേ? ഇങ്ങനെ ആയിരിക്കും പഠിക്കുക. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്താ? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ആണ്. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ആ ഫോമിലാണ് ഈ ആർ പ്ലസ് എൽ ദ ഹോൾ സ്ക്വയറും ആർ മൈനസ് എൽ ദ ഹോൾ സ്ക്വയറും കിടക്കുന്നത്. അതിന് മുന്നേ നമ്മൾ ഇതിനകത്ത് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. അതായത് ഇവൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആണ്, ഇവൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആണ്, താഴെമാർ തമ്മിൽ മൾട്ടിപ്ലൈ ആണ്.
അപ്പോൾ ഇവൻ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും എടുത്ത് എഴുതുവാണേ. എങ്ങനെ എടുത്തെഴുതാം? ഇതാ ഈ സാധനം മൊത്തം എടുത്ത് എഴുതുവാണ്. എങ്ങനെ വരും? നമുക്ക് അപ്പുറത്ത് എഴുതാം, അത് നല്ലത്. ഇവനിലെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ആദ്യം ഉള്ളത് Q/4πε0 ആദ്യം എടുത്ത് എഴുതുവാണ്. അപ്പോൾ Q/4πε0 ആദ്യം എഴുതി. ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ, അപ്പോൾ ഇവൻ എവിടെ വരും? ഇവൻ മേളി വരും അല്ലേ. അപ്പോൾ എന്ത് വരും? R - L ² മേളി വന്നു. ഓക്കെ, ഇവനും ഇപ്പുറത്തെ സൈഡിൽ മേളി വരും. മൈനസ് എന്ത് വരും? R + L ² മേളി വന്നു അല്ലേ. താഴത്ത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അതെന്തൊക്കെയാണ്? ഒന്ന് R + L ² 2 R - L ² അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ചെയ്യണം? A - B ² A + B ² ചെയ്യണം. ഓക്കെ, ഒന്നുകൂടെ എടുത്ത് നമ്മൾ എല്ലാം എടുത്ത് താഴത്തേക്ക് എഴുതാണേ. നോക്കിക്കോണം. =4πε0 ഇതിനെ ഓപ്പൺ ചെയ്തേടാ. നൈജിൽ ഓപ്പൺ ചെയ്തേ. R - L ² എങ്ങനെ പറയാം? R - L ² എങ്ങനെ ഓപ്പൺ ചെയ്യാം? A² + B² - 2AB. അപ്പോൾ ഇവിടുത്തെ A 6 ആണ്, B എന്ന് പറഞ്ഞാൽ L ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? R² + L² - 2RL എന്ന് വരും അല്ലേ. 2ABക്ക് വരും 2RL എന്ന് വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ R + L ² നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടണേ. R + L ² ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? A² അല്ലേ, R² + B² L² അല്ലേ. R² + L² + 2AB എന്ന് വരും അല്ലേ. ഇത് പറ്റി സോറി, ശരിയാണ്. RL എന്ന് വരും അല്ലേ. ഡിവൈഡഡ് ബൈ ഇത് കണ്ടോ, ഈ സാധനം കണ്ടോ? R + L ² × R - L ² ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. A + B × A - B. അതെന്താ? A + B × A - B പഠിച്ചിട്ടുണ്ട്. A + B × A - B എന്ന് പറഞ്ഞാൽ A² - B² ആണ് അല്ലേ. A + B × A - B എന്ന് പറഞ്ഞാൽ A² - B² ആണ്. അതേ ഫോമിലാണ് ഈ സാധനം കിടക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു സ്ക്വയർ എക്സ്ട്രാ ഉണ്ടെന്നേ ഉള്ളൂ. അതായത് ഇപ്പോൾ A + B × A - B = A² - B² ആണെങ്കിൽ A + B ² × A - B ² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാം A² - B² എന്ന് എഴുതാം. ഇത്രയുള്ള സംഭവം. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് എഴുതണം? R + L × R - L നമ്മളിങ്ങനെ എഴുതി R² - L² ഓക്കെ, ഇനി സംഭവമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും നമ്മൾ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് കുറേ സാധനം വെട്ടിപ്പോവും. ബാക്കി കുറച്ച് ആൾക്കാർ മാത്രം. അപ്പോൾ ഇതേ സാധനം ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതുവാണ്. Q/4πε0 എടുത്തെഴുതി. ഇത് ഒന്നുകൂടെ എടുത്ത് എഴുതുവാണ്. അതിലെടുത്തെഴുതുമ്പോഴേക്കും ഇതിനെ അങ്ങനെ തന്നെ എഴുതുന്നു. R² + L² - 2RL അങ്ങനെ തന്നെ എഴുതിയേ. ഇനി ഇത് കണ്ടോണം. ഈ മൈനസ് നമുക്ക് ഇവന് കൊടുക്കണം, ഇവനും കൊടുക്കണം. എല്ലാവർക്കും മൈനസ് കൊടുക്കണം. അപ്പോൾ +R² - R² ആയി. +L² - L² ആയി. കണ്ടോ? +2RL എന്തായി? -2RL ആയി. ഡിവൈഡ് ബൈ എന്താ? ഇത് അതേപോലെ തന്നെ എഴുതുന്നു. R² - L² ഓക്കെ, ഇതിൻ്റെ അത് വെട്ടിക്കളയാൻ പറ്റുന്ന ആൾക്കാരൊക്കെ നോക്കിക്കോണേ, ശ്രദ്ധിച്ചോണം. നോക്കിയേ, ഇതൊരു -R² ആണ്. ഇത് R² ആണ്. കണ്ടോ? R² - R² കൂടെ വെട്ടിപ്പോവും. അതേപോലെ ഇത് +L², ഇത് -L², ഈ -L² +L² കൂടെ വെട്ടിപ്പോവും. ഓക്കെ, ഇത് -2RL, ഇത് +2RL, ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരാൾ പ്ലസ് ഒരാൾ മൈനസ് ആണെങ്കിൽ നമുക്ക് വെട്ടാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് മൈനസാണ്, ഇതും മൈനസാണ്. -2 -4 വരും. അതേപോലെ അപ്പോൾ എന്ത് വരും? -2RL കൂടെ എന്ത് വരും? -4RL വരും. അപ്പോൾ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നുകൂടെ എല്ലാവരും എഴുതാം. Q/4πε0 ഇവിടെ -2RL, ഇവിടെയും -2RL. അപ്പോൾ എന്ത് വരും? -4RL എന്ന് വരും അല്ലേ. ഈ മൈനസ് മേലിട്ടാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം അത് മൈനസ് ചെയ്ത് വെക്കും. ഓക്കെ, -2 ഡിവൈഡഡ് ബൈ എന്താണ്? R² - L² എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഈ മൈനസ് ഇവരിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ആക്ച്വലി നമുക്ക് ഒന്നുകൂടെ എടുത്ത് എഴുതാം. ഇപ്പം ഞാൻ ആ ക്യൂവിനെ അവരോട് എഴുതാം. അപ്പോൾ 1/4πε0 Q × 4RL, ഈ മൈനസ് ഞാൻ ഫ്രണ്ട് കിട്ടും. കണ്ടല്ലോ, ക്യൂവിനെ എടുത്തെഴുതി Q4RL കൂടെ എഴുതി. ഡിവൈഡഡ് ബൈ R² - L² ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ കൊടുക്കുകയാണേ, ശ്രദ്ധിച്ചോണം.
അതായത് -1/4πε0 അങ്ങനെ തന്നെ എഴുതുകയാണ്. ഈ 4 എന്ന് പറയുമ്പോൾ 2 × 2 അല്ലേ. അതുകൊണ്ട് ഞാൻ ആ 2-നെ ഫ്രണ്ടിലെടുത്ത് എഴുതിയിട്ട് ബാക്കി ഈ 4ൻ്റെ ബാക്കിയുള്ള 2-നെ എഴുതി Qന് എഴുതുന്നു. ഓക്കെ, Lഉം Rഉം അതേപോലെ തന്നെ എഴുതും. ഡിവൈഡഡ് ബൈ ഇത് അതേപോലെ തന്നെ എഴുതുവാണ് R² - L² ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ശ്രദ്ധിച്ചോണേ. ഈ 2LQ എന്ന് പറയുന്ന സാധനം എന്തുവാ? അത് ഡൈപോൾ മൊമെൻ്റ് ആണ്. P ആണ്. അപ്പോൾ ഇതിന് വരെ നമുക്ക് P എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം? ഇവിടുന്ന് ഞാൻ എഴുതുവാണ് ഇലക്ട്രിക് ഫീൽഡ് E = -1/4πε0 × 2. ഈ 2 അതേപോലെ തന്നെ എഴുതുന്നു. ഓക്കെ, ഇൻറ്റു ഈ 2LQന് വരെ എന്തെഴുതാം? P എഴുതാം. അപ്പോൾ 2PR ഉണ്ട്, 2PR ഡിവൈഡഡ് ബൈ R² - L² ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഫോം. ഇതിനെയും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, പക്ഷേ ഇത് ഇത്രയും എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, -1/4 മൈനസ് വേണമെന്നില്ല കേട്ടോ. ഇത് നിങ്ങൾ എഴുതുമ്പോഴെങ്കിൽ തിരിച്ചെഴുതിയാൽ മതി. മറ്റേ ഞാനിപ്പം ഇവിടുന്ന് ഇതാണ് കുറച്ചത്, E+Q നിന്ന് E-Q അല്ലേ കുറച്ചത്. നിങ്ങൾ നേരെ തിരിച്ച് E-Q നിന്ന് E+Q കുറച്ചാലും മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് +C തന്നെ ഉത്തരം കിട്ടും. മൈനസ് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും മൈനസ് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരരുതല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി, കുഴപ്പമില്ല. എന്ത് കിട്ടി? E = -1/4 2PR ഡിവൈഡ് ബൈ R² - L² ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇതിന് ആക്ച്വലി നമ്മൾ ചെയ്ത് വരുമ്പോഴേ ഇവിടുന്ന് ഈ L² നമ്മൾ നിഗ്ലക്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി അവസാനം വരുന്ന ഉത്തരം എന്ന് പറഞ്ഞതാണ് 1/4πε0 2P/R³ എന്ന് വരും. ഈ മേളിലത്തെ ആറും താഴത്ത് വരുന്ന ആറും കൂടി വെട്ടിപ്പോകും. അങ്ങനെ അവസാനം വരുന്നതാണ് 1/4πε0 2P/R³ എന്ന് വരും. അതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഇതൊരു എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. E = 1/4πε0 2P/R³. എല്ലിനെ നിഗ്ലക്ട് ചെയ്യുന്ന പറയുമ്പോഴേക്കും നമ്മൾ ഈ ആറിനെയും എല്ലിനെയും കൂടെ നോക്കുമ്പോഴേക്കും 6 വലുതും ഇതുണ്ടോ, ഈ 6നും എല്ലെന്ന് പറഞ്ഞാൽ എന്താ? ഇത്രയും ഡിസ്റ്റൻസാണ് എല്ല്. 6 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരമാണ് അല്ലേ. അപ്പോൾ 6നെയും എല്ലിനെയും കൂടെ നോക്കുമ്പോഴേക്കും 6 എല്ലിനേക്കാളും ഒരുപാട് വലുതാണ്. 6 എല്ലിനേക്കാളും ഒരുപാട് വലുതാണ്. ഈ ചെറിയ ആൾക്കാരെ സ്ക്വയർ ചെയ്യുമ്പോൾ അവന്മാർ വീണ്ടും ചെറുതാവത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ L² അല്ലേ, L² അല്ലേ. ഈ L² എന്ന് പറയുമ്പോഴേക്കും ഇപ്പം നമ്മൾ 2നെ സ്ക്വയർ ചെയ്ത് എത്ര വരും? 2ൻ്റെ സ്ക്വയർ എത്ര? 4 കിട്ടും. അതേസമയം 0.2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.04. അതായത് ചെറിയ ആൾക്കാരെ സ്ക്വയർ ചെയ്താൽ അത് ചെറുതായിക്കൊണ്ടേയിരിക്കും, വലിയ ആൾക്കാരെ സ്ക്വയർ ചെയ്താൽ അത് വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ R² സ്ക്വയർ ചെയ്താൽ അത് വലുതാവും, L² സ്ക്വയർ ചെയ്താൽ എന്തായിപ്പോവും? ചെറുതായിപ്പോവും. അതുകൊണ്ട് നമ്മൾ അവനെ നിഗ്ലക്ട് ചെയ്യും. അവനെ നമ്മൾ 0 ആയിട്ടങ്ങ് എടുത്ത് നിഗ്ലക്ട് ചെയ്ത് കളയും. അങ്ങനെയാണ് L² പോകുന്നത്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറയുക R² ദ ഹോൾ സ്ക്വയർ എന്ന് പറയുക R⁴ ആണ് വരുന്നത്. ഉണ്ടോ? അങ്ങനെ R⁴ ഈ 6 കൂടെ വെട്ടിപ്പോയിട്ടാണ് താഴെ എന്ത് വരുന്നത്? R³ വരുന്നത്. ആ സ്റ്റെപ്പൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇത്ര എഴുതിയിരിക്കണം. അപ്പോൾ ഇതെങ്ങനെ വന്നു നോക്കുക. ഇത് ഇവിടം വരെ നമ്മൾ കൃത്യം കൺസെപ്റ്റാണ്. ഈ മൈനസ് ചെയ്യുന്നത് വരെ കൺസെപ്റ്റാണ്. ബാക്കി നമ്മൾ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എടുത്ത് എഴുതി അല്ലേ. പിന്നെ ഇത് ഓപ്പൺ ചെയ്തു, അതാണ് ഇത്രയായി. ഇയാൾ ഇത്രയുമായി. ഉണ്ടോ? ബാക്കി ഇത് A+B × A-B എടുത്തു. ഇത് A+B × A-B എടുത്തു. A² - B² വന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. മൈനസ് ഉള്ളതല്ല ഒരേപോലുള്ള ആൾക്കാരെ ഒരുമിച്ച് എഴുതി, ബാക്കിയുള്ള ആൾക്കാരെ വെട്ടിക്കളഞ്ഞു. അങ്ങനെ എഴുതി. അതാണ് സംഭവം. ഓക്കെ, ഇതൊരു ഷ്യൂർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.